സമാന പ്രതികരണം നടത്തുമ്പോൾ ഒരാൾക്ക് കയ്യടിയും മറ്റേയാൾക്ക് കല്ലേറും ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ മീഡിയയ്ക്ക് മുന്നിൽ നേരിട്ടും മറ്റേയാൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നേരിട്ടല്ലാതെയും ഒരേ വിഷയത്തിൽ സമാന അഭിപ്രായങ്ങൾ പറയുമ്പോൾ നേരിട്ട് പറഞ്ഞ ആളുടെ ഭാവചലനങ്ങൾ നോക്കി അയാൾക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ച ആളെ ശ്ലാഘിക്കുന്നതും? എന്തുകൊണ്ടാണ് ഒരാളുടെ മുൻകോപവും അഹങ്കാരവും തർക്കുത്തരവും അയാളുടെ വ്യക്തിത്വമായും വിനയവുമായും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ മറ്റേയാളുടെ സ്വതസിദ്ധമായ ലജ്ജയും വിനയവുമെല്ലാം കള്ളത്തരമായി ഇവിടെ വിമർശിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ദിലീപ് വിഷയത്തിൽ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യരെ തന്റെ സ്വന്തം സിനിമയിൽ അഭിനയിപ്പിക്കാൻ ഒരാൾ കാണിച്ച ജാഗ്രത പോലും വിമർശിക്കപ്പെടുമ്പോൾ കസബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമായ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരുന്ന പാർവതി തിരുവോത്ത് എന്ന നടിയെ പിന്തുണയ്ക്കാൻ മറ്റേയാൾ കാണിച്ച നിസ്സംഗത ചർച്ചയാവാതെ പോകുന്നത്? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നു എന്നതിന്റെ ഉത്തരം തന്നെയാണ്. മലയാളം കണ്ട ഏറ്റവും മികച്ച രണ്ട് നടന്മാരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളത്? ഏകദേശം 1/4 നൂറ്റാണ്ട് മുമ്പ് മമ്മൂട്ടിയെയും മോഹൻലാലിനെ പറ്റി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രശസ്ത എഴുത്തുകാരിയായ പി ഗീത എഴുതിയ ഒരു ലേഖനമുണ്ട്. ഈ ലേഖനത്തിൽ അവർ മമ്മൂട്ടിയെ താരതമ്യം ചെയ്തിരിക്കുന്നത് രാമായണത്തിലെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനോടാണ്. എന്നാൽ മോഹൻലാലിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് ഗോപസ്ത്രീകളുടെ പ്രണയകാമനകളുടെ പ്രതിരൂപമായ ശ്രീകൃഷ്ണനോടുമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് ഇമേജുകൾ ഈ രണ്ടു പേരെയും പ്രതിഷ്ഠിക്കാൻ കാരണം അവരഭിനയിച്ച സിനിമകളിലെ അവരുടെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അക്കാലത്ത് മമ്മൂട്ടിയുടെ കുടുംബം നോക്കുന്ന, ഭാര്യയെയും മക്കളെയും എല്ലാം നോക്കുന്ന ചേട്ടനായും ഭർത്താവായും ഒക്കെയുള്ള വേഷങ്ങൾ മമ്മൂട്ടിയെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനാക്കി മാറ്റിയപ്പോൾ മോഹൻലാലിന്റെ ആടിപ്പാടി പ്രണയിച്ചു നടക്കുന്ന കാമുക വേഷങ്ങൾ അദ്ദേഹത്തിന് ശ്രീകൃഷ്ണന്റെ പ്രതിച്ഛായയാണ് അവർ കൊടുത്തത്. തങ്ങൾക്ക് തങ്ങളുടെ കഥാപാത്രങ്ങളിലൂടെ ലഭിച്ച ഈ പ്രതിച്ഛായകളുടെ വളർന്നു വന്ന ഒരു താരസ്വരൂപ സങ്കല്പമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് മമ്മൂട്ടിയെ സ്ത്രീകളുമായി മാന്യമായി ഇടപെടുന്ന, സ്ത്രീ വിഷയത്തിൽ പേരുദോഷം കേൾപ്പിക്കാത്ത ഒരാളെന്ന ഇമേജിലേക്ക് മാറ്റിയപ്പോൾ മോഹൻലാലിന് അല്പം പ്രണയ സ്വഭാവമുള്ള, സ്ത്രീകളോടൊക്കെ അടുത്തിടപഴകുന്ന, ോടൊക്കെ അല്പം താല്പര്യമുള്ള ഒരാളുടെ ഇമേജാണ് പൊതുസമൂഹം അതിലൂടെ നൽകിയത്. തനിക്ക് ലഭിച്ച ഈ ഇമേജിനെ പറ്റിയോ അത് ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ദോഷത്തെ പറ്റിയോ മോഹൻലാൽ തീരെ ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഈ ഇമേജിന് തികച്ചും ശക്തി പകരുന്ന തരത്തിലായിരുന്നു മോഹൻലാലുമായി മനോരമയിലെ ജോണി ലൂക്കോസ് നടത്തിയ കുപ്രസിദ്ധമായ അഭിമുഖം. ഏതൊരു അതിഥിയോടും ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമായിരുന്നു ജോണി ലൂക്കോസ് അന്ന് ചോദിച്ചത്. മോഹൻലാലിനോട് ജോണി ലൂക്കോസ് താങ്കൾ 3000-ലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അതിന്റെ ഒരു പാർട്ടി ഗൾഫിൽ വെച്ച് നടത്തിയെന്നും കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. മലയാളത്തിലെ എക്കാലത്തെയും മഹാനായ ഒരു നടന്റെ മുഖത്ത് നോക്കി ഇത്രയും അശ്ലീലമായ ഒരു ചോദ്യം ചോദിച്ചിട്ടും മോഹൻലാൽ പ്രകോപിതനാവാതെ അതിന് കൊടുത്ത മറുപടി ജോണി ലൂക്കോസിന്റെ വായടപ്പിക്കുന്നതായിരുന്നു. 3000-അല്ല, അതിലും കൂടുതൽ കാണും. പിന്നെ വാർത്തകൾ കിട്ടാതെ വരുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഗോസിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരാളല്ലോ നിങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള അനേകായിരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരാൾ എന്ന ഇമേജ് പൊതു ഇടങ്ങളിൽ നിലനിൽക്കുന്നത് അശേഷം ശ്രദ്ധിക്കാതെ തന്റേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് മോഹൻലാൽ. പല പ്രമുഖ താരങ്ങളുടെയും സ്വഭാവം നിരീക്ഷിച്ചാൽ അതിൽ പലതിലും അവർ അഭിനയിച്ച് വിജയിപ്പിച്ച പല കഥാപാത്രങ്ങളുടെയും സ്വഭാവം അലിഞ്ഞു ചേർന്നതായി കാണാം. മമ്മൂട്ടി ചില സമയങ്ങളിൽ ഒരു നരസിംഹ മന്നാടിയാരോ വലിയേട്ടനൊക്കെ അലിഞ്ഞു ചേർന്നതായി തോന്നാറുണ്ട്. സുരേഷ് ഗോപിയെ ആകട്ടെ രഞ്ജി പണിക്കരുടെ ഭരത്ചന്ദ്രനും കമ്മീഷണറും ഒക്കെ വിടാതെ പിന്തുടരുന്നുമുണ്ട്. എന്നാൽ കാർത്തികയെയും ആടുതോമയെയും പുലിമുരുകനെയും വേലായുധനെയും ഒക്കെ
ഓൺ സ്ക്രീനിൽ അഭിനയിച്ച് വിജയിപ്പിച്ചിട്ടും ഓഫ് സ്ക്രീനിൽ ഈ കഥാപാത്രങ്ങളെയെല്ലാം ഒരു മാനറിസം പോലും കൊണ്ടുവരാത്ത ആളാണ് മോഹൻലാൽ. ഓഫ് സ്ക്രീനിൽ മോഹൻലാൽ ഇന്നും പഴയ പോലെ തന്നെ ഒരു ലജ്ജാലുവാണ്. ഒരു സ്റ്റേജിൽ വന്നു നിൽക്കാൻ മടിയുള്ള ആളാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാസ് ഡയലോഗുകൾ പറയാൻ കഴിയാത്ത ആളുമാണ്. ഇങ്ങനെയൊരു ഇമേജ് ഉള്ളപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. സ്വാഭാവികമായും മോഹൻലാലിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടാവുമെന്ന് കരുതിയിടത്താണ് ഒരു സ്ത്രീ പോലും മോഹൻലാലിനെതിരെ പരാതിപ്പെട്ടില്ല എന്ന സത്യം പുറത്തു വരുന്നത്. ഇത് മോഹൻലാലിനെതിരെ എന്നും വിമർശനവുമായി വരുന്ന സ്ഥാപിത താല്പര്യക്കാർക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. ഒരു പരിധിവരെ മമ്മൂട്ടിയെ പോലെയുള്ള വലിയ നടന്മാർക്കില്ലാത്ത ഉത്തരവാദിത്വം ഇപ്പോഴും മോഹൻലാലിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിന്റെ പിന്നിലും ഈ നിരാശ തന്നെയായിരിക്കാം കാരണം. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കുടുംബത്തിന്റെ നമസ്കാരം.